ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ കിഡിലൊരു സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിക്കണം. ഒരു റെയർ പീസാണ്. നിങ്ങൾ ഈ കാറിന്റെ ആരാധകന്മാരാണ് നമ്മുടെ യൂട്യൂബ് ചാനലെല്ലാം കാണുന്നത് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് കൊടുത്തിട്ടുള്ളത് BMW തന്നെ 7 സീരീസിൽ പെടുന്ന 740 Li പെട്രോൾ എഞ്ചിൻ. അതായത് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് അങ്ങനെ വഴിയിൽ കാണാൻ പറ്റില്ല. കാരണം ഈ വാഹനം വളരെ ചുരുക്കം കുറച്ച് പേരിലും അത്രയും റെയർ പീസായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതാണ്. സോ നമുക്ക് വാഹനത്തിലേക്ക് കിടക്കാം. സോ ഗൈസ് 2007 മോഡൽ BMW 740 Li. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും കൊല്ലം പഴക്കമായിട്ട് ഇതിൻ്റെ ബോഡി ലെവലായാലും ഇതിൻ്റെ പെയിൻറ്റിങ് ആയാലും ആ ഒരു പുതിയ വണ്ടിയുടെ ഫീലിൽ തന്നെ കിടക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ വാഹനം വിൽക്കാൻ കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാഹനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തൊരു എന്താ പറയുക ഒരു തറവാടി സ്റ്റൈലിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് വളരെ ലോ പ്രൈസിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 7,99,000 രൂപ നമ്മളിത് കൊടുക്കാൻ വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യുക. ഇനി ഇതിന്റെ ടയർ വശത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാണാം. അതായത് നല്ല കണ്ടീഷനിൽ, അതായത് ഏകദേശം ഒരു 80-90% ടയർ ബട്ടണിലാണ് ടയർ നിൽക്കണേ. അലോയ്സിന്റെ സൈസ് തന്നെ കാണാൻ മനസ്സിലാവും ഇതിന്റെ പ്രീമിയം. ഇനി ഇതിന്റെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക 100% ഇതിൽ വരണത് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അതും എല്ലാം പക്ക വർക്കിംഗ്. അതായത് ഓൾമോസ്റ്റ് അടുത്ത കൊല്ലത്തേക്ക് 20 കൊല്ലം പഴക്കമാവും ഈ വണ്ടിയിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ പറയില്ല. കാരണം RC ബുക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും പഴക്കേണ്ടത്. കാരണം അത്രയും ഫിനിഷിങ്ങിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാലോ. അന്ന് ഏകദേശം 1-2 കോടി രൂപ വില കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങുന്നത്. ഡോറിൻ്റെ ക്ലോസിങ് ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചോട്ടെ അബി. ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ് ഡോർ ടെക്നോളജി. ഇത് അന്നേ വരുന്നുണ്ട്. കാരണം ഇന്നും പല ബ്രാൻഡുകൾ ഇതിലേക്കൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. ഇതൊക്കെ അന്നേ ഉണ്ടെന്നുള്ളത്. സൺറൂഫ് പക്കയായിട്ട് വർക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ മോഡല് ഞാൻ പറഞ്ഞു 2007 മോഡലാണ്. പിന്നെ 8555 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫാൻസി നമ്പറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന് കാണിച്ചു തരാം. അപ്പോൾ വാഹനം എല്ലാവരും നല്ലപോലെ നോക്കുക. പിന്നെ മേജറായിട്ട് ഇപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു അറിവിൽ നോക്കിയപ്പോൾ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഫ്ലഡ് അങ്ങനത്തെ ഇഷ്യൂസ് വണ്ടിക്ക് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ വളരെ അട്രാക്റ്റീവ് ആണ്. കിലോമീറ്റർ ആകെ 72,000 കിലോമീറ്ററാണ് ഈ വാഹനം ആകെ കൂടെ ഓടിയിട്ടുള്ളത്. 72,000 എന്ന് പറയുന്നത് ഈ വണ്ടീനെ അപേക്ഷിച്ച് ഒന്നും ആയിട്ടില്ല. പ്രത്യേകിച്ച് പെട്രോൾ എഞ്ചിനാകുമ്പോൾ 72,000 നമുക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഞാൻ നോക്കി. പിന്നെ ഈ ബോഡി ലെവൽ, അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുമ്പോൾ ഈ സൈഡിൽ നിന്നിട്ടുള്ള ബോഡി ലെവലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞിരുന്നത്. സൈഡ് ബോഡി ലെവലൊക്കെ പക്ക ആംഗിളായിട്ട് നിൽക്കുന്നത്. വേറെ മേജർ ഡെൻറ്റുകളോ കാര്യങ്ങളോ മേജർ സ്ക്രാച്ചുകളോ കാണാറില്ല. പിന്നെ ഈ പറയുന്ന ഈ ക്രോം ഫിനിഷൊക്കെ ഞാൻ തോന്നുന്നു ഈ വണ്ടിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഈ വാഹനം നമുക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം ഞാൻ റേറ്റ് ഒന്നും കൂടെ പറയാം, 7,99,000 രൂപ. ഒപ്പം തന്നെ ചെറിയ വാഹനങ്ങൾ, അതായത് 1 ലക്ഷത്തിൻ്റെയോ 2 ലക്ഷത്തിൻ്റെയോ വാഹനങ്ങൾ കയ്യിലുള്ളവർ അത് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ലാൻസർ അല്ലെങ്കിൽ പറയുന്ന സ്കോഡയുടെ വണ്ടികൾ, വോൾക്സ് വാഗൻ്റെ വല്ല വണ്ടികൾ, ചെറിയ വാഹനം വല്ലതും 1 lakh 2 lakh ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ഒരു എക്സ്ചേഞ്ച് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. പ്ലസ് ക്യാഷുമായിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ് അവർ എക്സ്പെക്ട് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡോർ ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചു നോക്കിയാൽ എന്താ അവസ്ഥയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ സെൻറ്ററിൽ ഏതാണ്ട് ഒരു ഫ്ലൈറ്റിലിരിക്കണ പോലത്തെ ഒരു ഫീലാണ് ഇതിൻ്റെ സെൻട്രൽ കൺസോൾ എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു എയറോപ്ലെയിനിലിരിക്കുമ്പോൾ എന്തായിരിക്കും ഒരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ലുക്ക്. ആ ലുക്കിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മുഴുവൻ നിൽക്കണം. അപ്പോൾ ഇത് കൊല്ലം നിങ്ങൾ ആലോചിക്കണം, 2007 ആണെന്നുള്ളത്. ഏകദേശം 18 കൊല്ലം കഴിഞ്ഞു. 18 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ വണ്ടിയൊന്നും വഴി കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ തന്നെ പറ്റാറില്ല. അത്രയും ഒക്കെ ആയിട്ടാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണേ. ഇതിലിതേ ഇവിടെ ഈ നെറ്റ് ടൈപ്പ്. അപ്പോൾ ഈ നോർമൽ കാറിലൊക്കെ നമ്മൾ പവർ വിൻഡോ ബാക്ക് ഡോറിൽ എത്ര കാണും? ഈ ഒരെണ്ണം മാത്രം കാണും. പക്ഷേ ഇത്രയും ഫെസിലിറ്റീസ് ഇതിന് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ട്രിക് മോട്ടറുമേ വർക്ക് ചെയ്യുന്ന തരം സംഭവം. റിയർ AC തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡോർ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിലോ വീഡിയോ കാണുന്ന ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിലോ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാഹനത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഹായ് അയച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. സോ ഇതേപോലെയുള്ള പുതിയ കളക്ഷൻസ് നമ്മുടെ ചാനലിൽ വരാൻ നിങ്ങളുടെ പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.